അമ്മേ ഇന്ന് അവള് വിളിക്കുക മറ്റവനെ പട്ടിയെന്ന്. ഞാൻ ചോദിച്ചേ ഒന്നും അറിയാത്ത പോലെ, നമുക്ക് ഇതൊക്കെ എന്ത്, പക്ഷെ അത് കൊച്ചിനോട് പറയാവോ? അതിനങ്ങനെ നീ വിളിച്ചോ? ഇല്ല ഞാൻ വിളിച്ചില്ല. ഞാൻ പറയാം ഉള്ളതാണോ? അല്ലെന്നേ അവളാ വിളിച്ചത്. ഇത് അവൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ലെന്നേ അവളുടെ ദേഷ്യം വന്നാൽ അവൾ അങ്ങനെ വിളിക്കും. എങ്ങനെയാണ് ഈ കുട്ടി മനുഷ്യരായിട്ടുള്ള കൂട്ടുകാരെ പട്ടിന്ന് വിളിക്കാൻ പഠിച്ചത്? ഒരു സംശയവും വേണ്ട എന്റെ പൊന്നു കൂട്ടുകാരെ, അത് വീട്ടിൽ നിന്ന് കേട്ടിട്ട് പഠിക്കുന്ന, ഇല്ലെങ്കിൽ ചിലപ്പം യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. നമ്മുടെയൊക്കെ പിള്ളേരിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ കൂടെ കിട്ടുന്ന അറിവുകൾ, ഇൻഫർമേഷൻ. അത് ജ്ഞാനമല്ല, ഇൻഫർമേഷൻ. ഇൻഫർമേഷനും നോളജും തമ്മിൽ അജഗജാന്തരം. മുമ്പേ പറഞ്ഞ ആ കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ ഷുഡ് നോട്ട് ബി ദെയർ നോളജ്. ആ ഇൻഫർമേഷൻ അവരുടെ നോളജ് പ്രോസസ്സിംഗിൽ കടക്കാതെ ഇരിക്കാൻ തടയിടാനാണ് അവർക്ക് ആദ്യമേ അമ്മയെ കൊടുത്തിരിക്കുന്നത്. ഇത് അമ്മയുടെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞു മകളെ, നമ്മൾ പട്ടിയെ പോലെയല്ല, 4 കാലിലല്ല നിൽക്കുന്നത്, മൂക്കുകൊണ്ട് മണത്തല്ല എല്ലാം അറിയുന്നത്, ബൗബൗ എന്ന് വെച്ചല്ല ശബ്ദം കേൾപ്പിക്കുന്നത്. നമ്മളെ കണ്ടാ തിരിച്ചറിയാലോ അല്ലേ? അറിയാം. മേലാൽ ജീവിതത്തിൽ നീ ഒരു മനുഷ്യനെ കണ്ടിട്ട് പട്ടീന്ന് വിളിക്കരുത്. നിനക്ക് വിവരമില്ല എന്ന് മറ്റുള്ളവർ വിചാരിക്കും. അല്ലാതെ ഇതിന്റെ എത്തിക്സ് പറഞ്ഞാൽ UKG പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവില്ല. നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല. അതൊക്കെ ഇങ്ങനെ വേദിയിൽ മൈക്ക് വെച്ച് പറയാൻ കൊള്ളാം. 4-5 വയസ്സുള്ള കൊച്ചിനോട് അവക്ക് പാലറ്റബിൾ ആകുന്ന എന്താണോ നിങ്ങളെ കൊച്ചിന്റെ ബുദ്ധി നിങ്ങൾക്കറിയാം.